ഹായ്. ഒന്ന് ചപ്പാത്തി മഞ്ഞക്കൂട്ടാല്ലേ അതാട്ടോ മുത്തശ്ശി ഉണ്ടാക്കണത്. ചപ്പാത്തി ആദ്യം കുറച്ചുണ്ടാക്കി കുട്ടികൾക്ക് പോകണ്ടേ, അത് അടുക്കളയിൽ കുറച്ചുണ്ടാക്കി കൊടുത്തു. അടുപ്പത്ത് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ്. ഉള്ളിയും കിഴങ്ങും വാറ്റി അങ്ങനത്തെ ഉള്ള കൂട്ടാനാണ്. അത് ഗ്യാസിൽ വെക്കുക. പിന്നെ എന്താ വെച്ചാല് പനീർ ഉണ്ടാക്കിണ്ടല്ലോ അമ്മു. അപ്പൊ അതുകൊണ്ട് മാളിലെ നല്ല ഇഷ്ടം അത്ര. മാളൊക്കെ കഴിച്ചു, അവർക്ക് സ്കൂളിലല്ലേ നേരത്തെ കഴിച്ചു പോണ്ടേ. അപ്പൊ കുഞ്ഞുവാവയ്ക്കും രണ്ടാക്കും അവർക്ക് കൊടുത്തു. ഇനി അടുപ്പത്ത് സാവധാനം കുഞ്ഞാവ് പോണില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താ? ചുമള്ളോണ്ട്. അതെ. ആ ഞാൻ അറിഞ്ഞില്ല. പോണില്ലേ തോന്നുന്നു. ഡ്രസ്സിട്ട് മാറി കണ്ടപ്പോ ഞാൻ വിചാരിച്ചു പോകേണ്ടതാ വിചാരിച്ചു. അപ്പൊ എന്നാലും നമുക്ക് ഇതാ അവിടെ ചപ്പാത്തി പരത്തി ഉണ്ടായിരുന്നല്ലേ നേരത്തെ? കുറച്ചുണ്ടാക്കി അടുപ്പില് പരത്തി മറ്റൊക്കെ റെഡിയാക്കി ഉരുട്ടി വെച്ചു. ഇതൊക്കെ അടുപ്പത്തിൽ ഉണ്ടാക്കണം. ഇതൊക്കെ ഗ്യാസിന് ക്ഷാമല്ലേ, ഇതൊക്കെ ഗ്യാസിലുണ്ടാകുമ്പോ എത്ര ഗ്യാസ് വേണം. അപ്പൊ നമ്മൾ അടുപ്പത്താണ് ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കണത്. അടുപ്പത്ത് വേറൊരു ടേസ്റ്റ് കേട്ടോ. ചപ്പാത്തിക്ക് വേറെ ടേസ്റ്റ് ഉണ്ടാവാ ഇല്ല അല്ലേ? നമ്മളങ്ങനെ അടുപ്പത്ത് ഉണ്ടാക്കി നോക്കിയില്ലല്ലോ. ശരിയാ, നീ നോക്കിയിട്ട് അതിന്റെ വിവരം പറയാം. അതെ. അപ്പൊ മുത്തശ്ശി ഉള്ളി വാട്ടുകയാണ്. നിങ്ങളുടെ നാട്ടിൽ ഉള്ളി വാട്ടുക എന്നാണോ ഉള്ളി വഴറ്റുക എന്നാണോ എന്നൊക്കെ പറയുന്നത് എങ്ങനെയാ വെച്ചാൽ കമന്റ് ചെയ്യൂ. അമ്മ കുളിക്കാൻ പോയതാണ്, കുളി കഴിഞ്ഞിട്ട് വരണേ ഉള്ളൂ. അപ്പോഴത്തേക്ക് മുത്തശ്ശിക്ക് ഡ്യൂട്ടിയാണ്. അല്ല മുത്തശ്ശി, ഇതെന്താ ഉള്ളി ആദ്യം തന്നെ ഇട്ടത്? ഞാൻ അങ്ങനെ ചെയ്യാറ് അമ്മു. അതെ, ആദ്യം ഉള്ളി ഇടും, പിന്നെ വെളിച്ചെണ്ണ ലേശം ഉപ്പ് ഇട്ട് കൊടുക്കും, പിന്നെ ഇഞ്ചി പച്ചമൊക്കെ ഒന്നിച്ചിട്ടാണ്ട് വഴറ്റുക ചെയ്യാം. അങ്ങനെ വഴറ്റില് ഉരുളക്കിഴങ്ങ് പിന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അതെ, അത് അമ്മയോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ രീതിയിലാ ചെയ്യാ. നിങ്ങൾ ഏത് രീതിയിലാ ചെയ്യാന്നുള്ളത് കമന്റ് ചെയ്യൂ കേട്ടോ. പക്ഷെ ഞാനിങ്ങനെ ഇല്ല കേട്ടോ ചെയ്യാ. ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കും, എന്നിട്ട് ഇഞ്ചിയും പച്ചമുളകും ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കട്ടെ. എന്നിട്ടാണ് ഇതെല്ലാം കൂടെ ഞാൻ വഴറ്റാറുള്ളത്. അത് നല്ല ഐഡിയ അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മുത്തശ്ശി നിൽക്കും എങ്ങനെയും കണക്ക് തന്നെയാണ്. അതെയോ? ടേസ്റ്റ് ഒരേപോലെ തന്നെ വരിക? ടേസ്റ്റ് ഒക്കെ ഒന്ന് തന്നെ വരിക. ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കട്ടെ. നോക്കി വെച്ചതാണ്. കരിവേപ്പില ലാസ്റ്റ് ഇടാന്. കുറച്ച് നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ കൂട്ടണ്ടേ, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഉപ്പ് പോരെങ്കിൽ അപ്പൊ കുറച്ചിടാം. ചട്ടി കടുത്ത് ചപ്പാത്തി ഉണ്ടാക്കുന്ന ചട്ടി കടുത്തിട്ട് ഇളക്കാൻ എടുത്തു. ഇതാണ് ഇതിന്റെ ചട്ടി. പിന്നെ ഒരു ആട്ടുണ്ടോ മുത്തശ്ശിയെ? കണ്ടു പറഞ്ഞാൽ കൊടുത്താൽ മതിയല്ലോ. അത് ഇളക്കുമ്പോ അങ്ങനെ വരുന്നതാണ്. ഇത് അത്ര കനമുള്ളതല്ലല്ലോ. ഇത് വെന്ത് കഴിയട്ടെ അല്ലേ? വഴറ്റി വന്നിട്ട് നമുക്ക് കാണിക്കാം. അപ്പൊ കാണിച്ചു തരാം. അപ്പൊ ഗ്യാസൊക്കെ ഓഫാക്കി ഒന്നുകൂടി കത്തിക്കട്ടെ കേട്ടോ. റെഡിയായി. അതെ. അപ്പൊ ഇനി ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കൂട്ടാനൊക്കെ റെഡിയാക്കി എടുക്കട്ടെ. ഉരുളക്കിഴങ്ങൊക്കെ ഉടച്ച് വെച്ചതാണ്. ഇതിലിട്ട് കൊടുത്തിട്ട് നമുക്ക് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. അതെ, ഉരുളക്കിഴങ്ങൊക്കെ ഉടച്ച് വെച്ചതാട്ടോ. എന്നിട്ട് ഇതിലിട്ട് കൊടുക്കട്ടെ. എന്നിട്ടൊക്കെ യോജിപ്പ് വന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ കറിവേപ്പില ഇടണം. പിന്നെ വറുത്തില്ല അവസാനം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ. ശബ്ദേ തൊണ്ടയ്ക്ക് ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. കരകരപ്പാലായില്ലേ? മഞ്ഞപ്പൊടിയൊക്കെ ഇടണ്ടേ? മഞ്ഞപ്പൊടി ചപ്പാത്തിക്ക് 3 ഐറ്റം കൂട്ടാനാന്ന്. എന്തൊക്കെയാ പറയൂ? നമ്മളെ കുറുമ പോലത്തെ കൂട്ടാൻ ഒന്ന്, പിന്നെ അമ്മ ഉണ്ടാക്കിയ സ്പെഷ്യൽ പനീർ കൂട്ടാൻ, പനീർ കറി, പിന്നെ ഒന്ന് നമ്മളെ ഇതിൽ തന്നെ മസാലക്കറി പോലെ. അതല്ലേ കുറുമ? അതാ കുറുമല്ല, ബാജി. ബാജി. അതാണ് ഇത് ബാജി. ഇനി അതില് നമ്മള് പിന്നെ മീറ്റ് മസാലയും മല്ലിച്ചപ്പും പുതിനയുടെ ഇല ഇടും. അപ്പൊ അതെന്തായി കുറുമയായി. പക്ഷെ പട്ടാണി ഇന്ന് വെള്ളത്തിലിടാൻ ഇന്നലെ ഇടാൻ മറന്നു. അപ്പൊ ഒന്നും ഇല്ല കേട്ടോ, അല്ലാതെ ഉള്ളതാണേ. എളുപ്പപ്പണി കുറുമ. അച്ഛനാണ് ബാജി 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 അതല്ലേ? അതന്നെ ബാജി ബാജി ബാജി. അങ്ങനെ മഞ്ഞപ്പൊടി ഇടയും മുത്തശ്ശി. നല്ല മഞ്ഞ കളർ ഇങ്ങോട്ട് വരണം, എന്നാലേ അതിന്റെ ഭംഗിയുള്ളൂ അല്ലേ മുത്തശ്ശിയെ? ചില മഞ്ഞപ്പൊടി നല്ലതാവും, ചിലത് അത്ര ഗുണം ഉണ്ടാവില്ല.
കുറച്ചുകൂടി വേണോ? നാടനാണെങ്കിൽ നമുക്ക് നാടനാറിന് ഇടാറിട്ട് ചിലപ്പോൾ ചില കളർ കിട്ടില്ല. വാങ്ങണേലല്ല നല്ല കളറുണ്ടാവും. ഇത് എന്നാല് നാടനല്ല വാങ്ങണതല്ല ഒന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടെ വേണോ? പകുതി കളറായിരുന്നു. മതിയോ? അത് വെള്ളം ഒഴിക്കട്ടെ കുറച്ചുകൂടി. പുറത്തുനിന്ന് കഴിക്കുന്നു. ഇത് മതി പോരെ. ഇനി പൊടി ഇട്ടിട്ട് വേണം പിന്നെ ഇടാക്കി എടുത്തേക്കണ്ടേ. അല്ല മഞ്ഞപ്പൊടി കുറച്ചുകൂടെ വേണ്ടേ? കുറച്ചുകൂടി വേണ്ടേ? ആ കളറില്ലേ മുത്തശ്ശി? അത് വരും, കളറ് വരും ചിലപ്പോ തിളച്ചു കഴിഞ്ഞാലേ. ലേശം കൂടി ഉള്ളി കൂടെ ഇട്ടോളൂ. ഞാൻ കൊണ്ടുവരാം. കളർ കമ്മിയാ. കളർ വരുന്നത് ഇത്രയൊന്നും പോരാ കളറ്. നല്ല മഞ്ഞ അത്ര വലിയ മഞ്ഞൊന്നും അയ്യൊക്കെ ഇഷ്ടമല്ലോ. മഞ്ഞത്തോളം കുതിരക്ക് ഇനി വരുന്നുണ്ടേ. തുള്ളിയോടെ തന്നെ ഇടാറുള്ളൂ. അത് മതി. മഞ്ഞപ്പൊടി നല്ലതാ. നമുക്ക് ഇഷ്ടമാണ്. വിഷാംശം ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ കറക്റ്റ് കളറായിട്ടോ. ഞാൻ ഉണ്ടാക്കിക്കോളാം. കഴിയുന്നത് അല്ല വിറകൊക്കെ ഉണ്ടല്ലോ. ചട്ടാങ്കി പ്രശ്നം റെഡി ആക്കിക്കോളൂ. ഞാൻ ഗ്യാസ് കത്തിക്കാം, അല്ല അടുപ്പ് കത്തിച്ച് കല്ല് വെക്കാം. ആയിക്കോട്ടെ. ചപ്പാത്തി ദോശയൊക്കെ അടുപ്പാണ്. നമ്മള് ഇതാ അമ്മേ കറിവേപ്പില കേട്ടോ കഴുകി വെച്ചതാണ്. വറുത്തിടാൻ ചീഞ്ചട്ടി, ആ കടുക്, ആയിക്കോട്ടെ. ഉള്ളിപ്പരിപ്പ്. അമ്മയുടെ പോക്കറ്റ് നോക്കൂ. സ്പെഷ്യൽ ഞങ്ങനെ കുത്തുണ്ടോ? ഇത് ഇനി ഇങ്ങനത്തെ പോക്കറ്റ് ടൈപ്പ് ഞാൻ വാങ്ങണില്ല. അമ്മക്ക് പോക്കറ്റ് അത്ര ഇഷ്ടല്ലേ അതുകൊണ്ട്. പൈസ ഇടാനോ? അച്ഛൻ കൊടുത്താലേ പൈസ ഇടുക. നമ്മൾ നടക്കാതെ പൈസ. അച്ഛൻ കൊടുക്കൂ. അച്ഛൻ കൊടുക്കണ്ടല്ലോ പൈസ. അച്ഛൻ കൊടുത്താലേ പൈസ ഇടാൻ പറ്റുള്ളൂ. എന്തേലും വരുമാനം, വരുമാനം. കാറ്ററിംഗ് ഒക്കെ നിന്നു. കാറ്ററിംഗ് ഇപ്പൊ എവിടെ ഉള്ളത്? അതുമില്ല. അച്ഛൻ കൊടുത്താൽ ഭർത്താവ് വേണം ഭാര്യക്ക് പൈസ കൊടുക്കാൻ. എണ്ണ ഞാൻ അതുവരെ നമ്മളിപ്പോ എത്ര കൊല്ലായി അമ്മ ആരെയൊന്നും പൈസ വാങ്ങാതെ? ഒരു 2007 മുതല് അങ്ങനെ. ഞാൻ എനിക്ക് കിട്ടണോണ്ട് തന്നെ ഞാൻ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങാറ്. ഡ്രസ്സായാലും ഒക്കെ. വിഷം പറ്റിയത് ചിലപ്പോ ഞാൻ ആരോടാണ് പൈസ. അതെ അതെ. മുത്തശ്ശൻ അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ 17 കൊല്ലായില്ലേ? 2009 എന്താ അറിയോ, നമുക്ക് ആദ്യമൊക്കെ നമുക്കൊരു 10 രൂപയൊക്കെ കിട്ടുമ്പോ എന്താ സന്തോഷം. സ്വന്തം അതൊക്കെ പക്ഷെ ഭർത്താവ് തരുന്നത് വാങ്ങി സേവിങ്സിൽ ഇടാം. നല്ലൊരു ഓപ്ഷനാണ്. പക്ഷെ അത്രയും വേണ്ടി വന്നാ തരൂ കേട്ടോ. തരുക വെച്ചാ ഡ്രസ്സ് വാങ്ങാനോ അല്ലെങ്കിൽ തയ്ക്കാൻ കൊടുക്കുമ്പോ തുന്നക്കൂലി അതൊക്കെ ഉണ്ടാവില്ലേ? എന്താ തുന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പൈസ ഇല്ലേ, അതൊക്കെ കൊടുക്കും. അല്ലാതെ ഞാൻ എന്താ ശീലമായി അങ്ങനെ. നമുക്ക് അങ്ങനെ ചോദിക്കാതെ അങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ ഇതാകുമ്പോഴേ അങ്ങനെ കുറെ അമ്മമാരും കുട്ടികളൊക്കെ ഉണ്ടാവും സ്വയം ജോലി ചെയ്ത് വരുമാനം നേടുക എന്നുള്ളതിൽ. അതെ. പക്ഷെ ഇപ്പൊ വയ്യാട്ടോ. ഇപ്പൊ പണിയെടുക്കാനൊന്നും വയ്യാതെ. എന്താ വെച്ചാൽ കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ്. ഉറക്കൊഴിച്ചിട്ടുള്ള പണി. ഉറങ്ങാനും കൂടെ പറ്റില്ല ചില ദിവസം. അമ്മ മുത്തശ്ശിയുടെ ലൈറ്റ് ഒന്നും ഇട്ടിട്ട് വരുമോ? അതാ അവിടെ അടുപ്പത്തെ ചപ്പാത്തി. മുത്തശ്ശിക്ക് വിശന്നിട്ടേ. മുത്തശ്ശി 8 മണിയാകുമ്പോ കഴിക്കുവേ അല്ലേ? 8-8:30 അല്ലേ? 8:30 അപ്പുറം പോവില്ല. 8-8:15 സമയം. അപ്പുറം പോയി. ഇന്ന് പോയി. അപ്പുറം പോയി ഇപ്പുറം പോയി. അതെ. ഇന്ന് അത്യാവശ്യമായി. ഇപ്രാവശ്യം പിന്നെ പറ്റിച്ചു. നേരത്തെ ആവും എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിച്ചു. അല്ല ഞങ്ങള് കുളി കഴിയാനൊക്കെ കുറച്ച് സമയം വൈകി ഇന്ന്. പിന്നെ വേഗം എന്ത് ചെയ്തു, മാളൂനൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ കഴിച്ചിട്ട് വേണ്ട പോവാൻ. അപ്പൊ അതൊക്കെ വേഗം ഉണ്ടാക്കി കുട്ടികൾക്കാണ് കൊടുത്തു. മുത്തശ്ശിയുടെ മാറ്റിവെച്ചോ കൂട്ടാൻ? മുത്തശ്ശിക്ക് മുത്തശ്ശിയുടെ മാറ്റിക്കുമ്പോ കുറച്ച് എനിക്ക് മാറ്റിക്കണേ. എനിക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. കപ്പില് പോലെ. ആ കപ്പ് നിറച്ചോളൂ, ഞങ്ങൾക്ക് രണ്ടാക്കും. അപ്പൊ പിന്നെ പൊടി ഇടാൻ ഉണ്ടാവോ? പൊടി ശരിക്കും ഇടണോ? ഇടാമോ? എന്താ അറിയോ, മറ്റതിലും ഇപ്പൊ ഗരം മസാല എന്തൊക്കെ ഉണ്ടമ്മേ. വേണ്ട അമ്മേ? ഇതാകുമ്പോ നമുക്ക് കുറച്ച് എരിവില്ലാത്ത ടൈപ്പ് നമുക്കത് കൂട്ടാനായി. മറ്റത് എരിവുള്ളത് വേണേ. 3 ഐറ്റം പറയും ചെയ്തു. അത് കുഴപ്പമില്ല, എല്ലാവർക്കും മനസ്സിലായിണ്ടാവും ഇപ്പൊ. ആ കുട്ടിന് പനീറുണ്ടോണ്ട് എന്തായാലും 3 ഐറ്റം ആക്കാമോ? അത് നിറച്ചോളട്ടോ. മോറിയിട്ടില്ല. തട്ടാണ്. തട്ട് തവടണ്ടേ? അത് എന്താ ഓട്ടുള്ളതല്ലേ? അമ്മേ ചെറുത് ഇത് നോക്കി നോക്ക് മുത്തശ്ശി. അതിൽക്കടെ ഒഴിച്ചോളൂ. കപ്പും കൊണ്ട് അങ്ങടെ ഒഴിച്ചോളൂ. നമുക്ക് ആ കയ്യിലെടുക്കായിരുന്നു ചട്ട് അല്ലാതെ. ഇപ്പൊ എന്നെ മതി.
ആണോ നോട്ടെ ആ ആ അതാണല്ലേ ഇതൊന്നും ഓട്ടുള്ളതാന്ന് ഓർമ്മ ഉണ്ട്. ഇനി എത്ര എണ്ണം ഉണ്ട് വരുത്താൻ? കൊറേ ഉണ്ടോ? 25 അമ്മേ ഇത്ര അച്ഛൻ എപ്പോഴും പറയേ ചപ്പാത്തി ഉണ്ടാക്കുക പറയും. അപ്പൊ ഞാൻ പറയും ഈ ചപ്പാത്തി ഉണ്ടാക്കലും കുഴക്കലും ഉണ്ടാക്കലും പരത്തലും കൂടി വയ്യ, ഉണ്ടാക്കും വേണ്ടേ, എല്ലാം കൂടെ പറ്റില്ല പറയും. അപ്പൊ പരത്തി തരുന്ന ആൾ അച്ഛനാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ വേഗം ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഇന്നിപ്പോ മുത്തശ്ശി ഉണ്ടാക്കണേ, പിന്നെ ഞാനും ഉണ്ടാക്കാം. മുത്തശ്ശി ആയിക്കഴിഞ്ഞാൽ വേഗം കഴിച്ചോട്ടെ. ഞാനാക്കാം. ഇത് പോരെ, ഇത്ര പോരെ? മതി മതി. ഇനി ഇതിലും മല്ലിയിലയും പുതിനയിലയും പൊടി ഇങ്ങോട്ട് ഇടുക അല്ലേ? അപ്പൊ അതൊരു ഇതാണ്. 2 ലക്ഷം റുപ്യ. പുതിനയിടയില് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. കൂട്ടാൻ കുറച്ചേ ഉള്ളൂ. എടുത്തു വെച്ചു, എല്ലാവർക്കും എടുത്തു വെച്ചു. എല്ലാവർക്കും വേണത്രപ്പന്നത്, അമ്മൂനും പിന്നെ ഞാനും. ഓക്കെ ഞാൻ എന്താ വരേ. അടുപ്പത്തുള്ള ചപ്പാത്തിപ്പണിയാണ്. അതിനാണ് അണ കൊണ്ടോന്ന് എണ്ണ വരട്ടെ. നിങ്ങളെ നാട്ടിൽ ഈ വാഴയുടെ ഈ തണ്ടിന് എന്താ പറയാ? ദോശ ഉണ്ടാക്കുമ്പോ തേക്കുന്ന സാധനം കമന്റ് ചെയ്യൂ കേട്ടോ. പിന്നെ വേറൊന്നും പറയാനുള്ളത്, ഞങ്ങൾ പറയുന്നത് അണ. ചിലര് വാഴക്കൈ കേട്ടോ. ആ അതെ, എനിക്ക് തോന്നിയതേ അച്ഛൻ നല്ല പൊടിയിടും. പ്രശ്നം വരുത്തിയാ മതി. എണ്ണ അധികം വേണ്ടതിന് വേണ്ടേ? ദോശയല്ല കുട്ടി. അല്ല എന്നാലും അച്ഛൻ്റെ അച്ഛൻ പൊടിയിടുകൊണ്ടേ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എണ്ണ കുറെ ഒഴിക്കണ്ട കേട്ടോ. പിന്നെ ഇന്നലെ നമ്മള് അടിയിട്ടെടുക്കൂ. അതൊന്ന് തട്ടിക്കളഞ്ഞു നോക്കൂ, എന്നിട്ട് പോകണ്ടോന്ന്. കൊറേ പ്രാവശ്യം തട്ടറന്നേ ഉള്ളൂ. എണ്ണ ഇല്ല അതിനെ വരുത്താൻ പറ്റുള്ളൂ. അച്ഛൻ നല്ല പൊടിയിടുന്നുണ്ട് കേട്ടോ. പൊട്ടി പിടിച്ചില്ല. ബസ്സിനെ വരത്തില്ലോ. പിന്നെ ആ ഇന്നലെ നമ്മള് വീഡിയോ ഇട്ടുല്ലോ, എന്ത് നമ്മള് ഒന്ന് സഹായിക്കണില്ല മുത്തശ്ശീനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ഇട്ടായിരുന്നില്ലേ, റിയാക്ഷൻ വീഡിയോ പോലെ. അതിന് കൊറേ അമ്മമാരും കൊറേ ചേച്ചിമാരൊക്കെ നല്ല കമന്റ് ഇട്ടു. അതെ, നല്ല സന്തോഷമായി അത് കണ്ടപ്പോ. അല്ല എന്താന്ന് വെച്ചാ പറയണവര് പറഞ്ഞോട്ടേന്ന്. നമ്മള് ചെയ്യണ എന്താന്ന് നമുക്കറിയാലോ. പിന്നെ നമ്മൾ അത്രയും അടുത്തറിയണ, എന്നും വാട്സപ്പിൽ മെസ്സേജ് അയക്കണവർക്കൊക്കെ അറിയാലോ നമ്മളെങ്ങനെയാ എന്താന്നുള്ളത്. കേട്ടപ്പോ നല്ല സന്തോഷായി. അത് പറയാനാണ് ഇപ്പൊ അമ്മ നിന്നത് അല്ലേ. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലായിട്ടുള്ള ഒരു പനീർ ബട്ടർ മസാലയാണ് കേട്ടോ ഉണ്ടാക്കി കാണിക്കണത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അധികം ആർഭാടങ്ങളൊന്നുമില്ല, എന്നാൽ ആർഭാടങ്ങൾ ഉണ്ടേനു കേട്ടോ. ആദ്യം ഒരു പാൻ വെക്കുക, അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കുക, വെളുത്തുള്ളി, ഇഞ്ചി, സവോള, തക്കാളി. ഈ ചട്ടകം കാണുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് അമ്മൂത് എവിടെ നിന്ന് വാങ്ങിച്ചതാണ് എന്ന്. ഇത് ഞാൻ സൂര്യ ടിവിയുടെ ഓഫീസിൻ്റെ നേരെ താഴെ ഒരു സ്മാർട്ട് ബസാർ ഉണ്ട് കേട്ടോ, അവിടെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാങ്ങിച്ചത്. ഏത് സ്മാർട്ട് ബസാറിലും കിട്ടുമായിരിക്കും, റിലയൻസിൻ്റെ. അങ്ങനെ നമ്മുടെ സവോളയും തക്കാളിയൊക്കെ ഒന്ന് വാടുന്നതിന് മുന്നേ തന്നെ ഇത്തിരി മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും വോൾ സ്പൈസസ് നിങ്ങൾക്ക് എന്തും ചേർക്കാം കേട്ടോ. ഞാനിവിടെ പട്ട, ഗ്രാമ്പു, ഏലക്കായും അതുപോലെ തന്നെ നമ്മുടെ ബേ ലീഫും ഒക്കെയാണ് ചേർത്തിട്ടുള്ളത്. പെരിഞ്ജീരകവും ചേർക്കാൻ മറക്കരുത് കേട്ടോ. ഇനി നമ്മളിത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞാൻ ആ പാന് പിന്നെ രണ്ടാമത് കഴുകാനൊന്നും നിന്നില്ല കേട്ടോ. ആ ഒരു പാനിലേക്ക് തന്നെ ഒരു കഷ്ണം ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളുടെ ആ ഒരു അരപ്പില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ബട്ടറിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കണം കേട്ടോ നമ്മൾ അരച്ച് വെച്ച നമ്മളുടെ ഈ ഒരു കൂട്ട്. ഇനി നമ്മൾ അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് നമ്മൾ ഈ എങ്ങനെയാ പാകത്തിന് ഇത്തിരി കുറുകിയിട്ട് വേണോ, കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആയിട്ട് വേണോ എന്നൊക്കെ നോക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഇത്തിരി വെള്ളവും ചേർത്ത് കൊടുക്കുക. പനീർ നമ്മൾ ബട്ടറിൽ സോട്ട് ചെയ്യണമൊന്നുമില്ല, നമ്മൾ അങ്ങനെ തന്നെ പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പനീർ ഇളക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെല്ലെ ഇളക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പൊടിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് കസൂരി മേത്തിയാണ് കേട്ടോ വേണ്ടത്. ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്. കസൂരി മേത്തി നമ്മൾ കയ്യിലിട്ടിട്ട് ഒന്ന് തിരുമ്മിയിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. ഇനി നമ്മൾ ഇതിലേക്ക് ഇത്തിരി ഹർപ്പാടം കൂടെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇത്തിരി ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, എന്നാലും നല്ല ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ആദ്യമൊക്കെ ആയി കഴിക്കുകയായി, ഈ നേരം വഴുകി. അപ്പൊ ഇവർക്കൊക്കെ എന്താ ഇന്നത്തെ കൂട്ടാനുകൾ 3 ഐറ്റം കൂട്ടാനുകളാട്ടോ. അയച്ച് ഒഴിച്ചൊരു ആദ്യം ധൃതിയായിരുന്നു. അതെ, ആദ്യം ഇതാ മഞ്ഞക്കൂട്ടാൻ, അതായത് എന്താണ് ബാജി. ബാജിക്ക് കുറുമ വരുന്ന എപ്പോഴും ഇതിനെ കുറുമയല്ല ഇത്, ബാജി. അതാണ് മതി. ഇനി വേണമെങ്കിൽ പിന്നെ എടുക്കാലോ. ഇനി അടുത്തത് പനീർ കറി സ്പെഷ്യൽ, അത് അച്ഛന്. പിന്നെ മസാല നമ്മള് മീറ്റ് മസാലയും മല്ലിച്ചപ്പും പുതിനയുടെ ഇലയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ അങ്ങനെ 3 ഐറ്റം. 3 കറിക്ക് 3 പാത്രം എടുത്തോളില്ലേ. ഞാനേ
ചപ്പാത്തി ഓർഡർ. ആ ഞാൻ വിളമ്പാം. അപ്പൊ ഞാൻ കഴിക്കട്ടെ അമ്മു? ആ മുത്തശ്ശി കഴിച്ചോളൂ. 3 എണ്ണൊക്കെ തന്നെ ഉണ്ട്. 4 5 വേണ്ടി വരും കേട്ടോ. കുറയായി. ഓ 4 വെച്ചും തരാം. കാപ്പിയില്ലേ? കാപ്പിയൊക്കെ ഉണ്ട്. ഇതാ നമ്മൾ പനീർ നല്ല ഹൈ പ്രോട്ടീൻ ആണ്. പനീറാണ് കഴിക്കേണ്ടത്, അതാണ് പ്രോട്ടീൻ ഇല്ലാത്ത. നമ്മൾ എഗ്ഗ് കഴിക്കാത്തത് കൊണ്ട് നമ്മൾ പനീർ കഴിക്കണം. അമ്മൂന്റെ ഒരു പരിപാടി ഇന്നത്തെ എന്ത്? അതെ മുത്തശ്ശിയെ ഞാൻ ഞാൻ കഴിക്കായിട്ട് അമ്മ വന്നോട് എടുക്കുക ഇതാണ്. മാത്രണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് ഓടിയതാ. പിന്നെ ജസ്റ്റിന്റെ വിരലൊന്ന് തട്ടിയതേ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം റെഡിയാക്കാൻ. നമുക്ക് ഓൺലൈനിൽ വേറെ ഓർഡർ ചെയ്യാലേ. ഒരു കൊല്ലം കഴിഞ്ഞു. നമുക്ക് ഒന്നുകൂടെ വാങ്ങാം. എന്തായാലും നല്ലൊരു ഉപകാരമുള്ള കുപ്പിയാണ്. എണ്ണ ബോട്ടിലാണേ. സ്പ്രേ ചെയ്യുന്ന ടൈപ്പ് നമുക്ക് ദോശക്ക് നമുക്ക് ഇതാ സൗകര്യം. എന്തായാലും ഇന്ന് തന്നെ ഓർഡർ ചെയ്യാമോ? നമുക്ക് വാങ്ങാൻ ആയിക്കോട്ടെ. എന്നാലും അതൊരു ഇത് ശീലായി ഇപ്പൊ അങ്ങനെ സ്പ്രേ ചെയ്തിട്ട്. അതെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലേ ഉള്ളൂ. ബായ് കൊടുത്തോളുന്നാ. ബൈ. ബൈ ബൈ.